വിൻ്റർ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്, പക്ഷേ നോ വേ, ഞാൻ വീണ്ടും ജാക്കറ്റിൽ കയറിയിരിക്കുന്നു. ഫീൽസ് ലൈക്ക് -5 ഡിഗ്രിയാണ്. നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്, പക്ഷേ തണുപ്പുണ്ട്, കാറ്റുണ്ട്. ഈ വിൻ്ററിലെ ഏറ്റവും നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കാറ്റാണ്. കാറ്റടിച്ചാൽ ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഒന്നും കൂടി ഭയങ്കരമായിട്ട് തണുപ്പ് തോന്നിക്കും. എനിവേസ്, വാട്ട് ഈസ് ഹാപ്പനിങ് എവരിബഡി? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ജോലിക്ക് പോവാണ്. ഇപ്പോൾ ഏകദേശം 3:45 ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഒരു ബസ് വരുന്നുണ്ട്. എൻ്റെ ബസ് വരുന്നു. അങ്ങ് വീടുകളിൽ നിന്ന് എൻ്റെ ബസ് മന്ദം വരുന്നു. to Shepherd Young. ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട് ചുമ്മാ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അതങ്ങനെ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വന്നൊരു കാര്യം കേട്ടോ ഇത് പറയാമെന്ന്. ബിക്കോസ് ഇന്ന് ഇവിടെ ലൈൻ 1 സബ്വേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ വീക്കെൻഡ് ആയതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തേക്കാണ് എന്തോ ട്രാക്ക് വർക്കിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ താമസിക്കുന്നത് ലോറൻസ് ആൻഡ് ബാത്തേഴ്സ്റ്റ് ഇൻ്റർസെക്ഷനിലാണ്. ഇവിടെ കുറേ ഇങ്ങനെ ഇൻ്റർസെക്ഷൻസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബസ് സർവീസസും ഒക്കെ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബസ് എടുക്കും. എന്നിട്ട് ഞാൻ സാധാരണ എഗ്ലിങ്ടൺ സ്റ്റേഷനുണ്ട്, 2 സൈഡിലും ഉണ്ട് എഗ്ലിങ്ടൺ സ്റ്റേഷൻ. എഗ്ലിങ്ടൺ വെസ്റ്റും ഉണ്ട്, എഗ്ലിങ്ടൺ ഈസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ എഗ്ലിങ്ടൺ ഈസ്റ്റിലേക്കാണ് പോവാറ്. അപ്പോൾ എഗ്ലിങ്ടൺ സ്റ്റേഷനിൽ ബസ്സിൽ വന്നിട്ട് അവിടെ നിന്ന് സബ്വേ എടുക്കും, ലൈൻ 1. അപ്പോൾ ഇവിടെ ലൈൻ 1 ഉണ്ട്, ലൈൻ 2 ഉണ്ട്, ലൈൻ 3 ഉണ്ട്, ലൈൻ 4 ഉണ്ട്. ലൈൻ 3 കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്തതാണ്, ടെമ്പററി ക്ലോസ്ഡ് ആണത്. അത് ഇനി എപ്പോഴാണ് ഓപ്പൺ ആവാമെന്ന് അറിയില്ല. അവരെനിക്ക് തോന്നുന്നു എന്ത് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് തോന്നുന്നു ട്രാക്കൊക്കെ. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടക്കുന്ന കാരണം അത് ക്ലോസ് ചെയ്തേക്കാണ്. പിന്നെ ലൈൻ 4 ഉണ്ട്. ലൈൻ 1 എന്ന് പറയുന്നത് വോൺ മിൽസിൽ നിന്ന് ഇങ്ങനെ യു പോലെയാണ് ലൈൻ 1 ഇരിക്കുന്നത്. അപ്പം അത് വോണിൽ നിന്ന് ഫീൻസി വരെ ഇങ്ങനെ യു പോലെയാണ് ഇങ്ങനെ പോകുന്നത്. അത് ഡൗൺ ടൗൺ വഴിയൊക്കെയാണ് ലൈൻ 1 പോകുന്നത്. പിന്നെ ലൈൻ 2 ഒരു ഗ്രീൻ കളറിലെ ലൈനാണ്. അത് എറ്റോബിക്കോ മുതൽ സ്കാർബ്രോ വരെ, കെനഡി വരെ പോകുന്ന ലൈനാണ്. പിന്നെ ലൈൻ 3 എന്ന് പറയുന്നത് സ്കാർബ്രോ ഉള്ളൊരു ലൈനാണ് കേട്ടോ. കെനഡിയിൽ നിന്ന് സ്കാർബ്രോ ടൗൺ സെൻറ്റർ വരെ പോകുന്ന ഒരു ലൈനായിരുന്നു ലൈൻ 3. ഇപ്പോൾ അത് ടെമ്പററി ക്ലോസ്ഡ് ആണ്. പിന്നെ ലൈൻ 4 ഉണ്ട്. ലൈൻ 4 എന്ന് പറയുന്നത് ലൈൻ 1 കണക്റ്റഡ് ആയിട്ടാണ് ലൈൻ 4 വരുന്നത്. ഷെപ്പേർഡ് ആൻഡ് യങ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് ഡോൺ മിൽസ് വരെയാണ് ലൈൻ 4 വരുന്നത്. അപ്പം ഞാൻ സാധാരണ എഗ്ലിങ്ടൺ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ലൈൻ 1 എടുത്ത് ഷെപ്പേർഡ് ആൻഡ് യങ്ങിൽ വന്നിറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് ഡോൺ മിൽസിലേക്ക് ലൈൻ 4 എടുക്കും. അങ്ങനെയാണ് വരാറ്. അപ്പോൾ ഇന്ന് ലൈൻ 1 വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇന്ന് അവിടെ നിന്ന് ഷട്ടിൽ ബസ്സസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ സബ്വേ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
ഷട്ടിൽ ബസ്സസ് ഉണ്ട്. ഇങ്ങനെ കുറേ ബസ്സുകൾ ഇപ്പോൾ എന്താ പറയുക, സബ്വേ പോകുന്ന പോലെ തന്നെ ബസ്സുകൾ ആൾക്കാരെയും കൊണ്ട് ഓരോ സബ്വേ സ്റ്റേഷനിൽ സ്റ്റോപ്പായിട്ട് അവർ റൺ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അങ്ങനെയാണ് വന്നത്. നല്ല തിരക്കായിരുന്നു ബസ്സിലൊക്കെ. അത് കാരണം ഇപ്പം ഞാൻ ഡോൺവിൽ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇത് ഡോൺവിൽ ബസ് സ്റ്റാൻഡാണ്, നമ്മുടെ നാട്ടിലത്തെയൊക്കെ ബസ് സ്റ്റാൻഡ് പോലത്തെ ഒരു ബസ് സ്റ്റാൻഡാണിത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇനി എനിക്ക് യോർക്ക് റീജിയൻ ബസ്സാണ് എടുക്കേണ്ടത്. അതൊരു ബ്ലൂ കളർ ബസ്സാണ്. ഇവിടെ നമുക്ക് ടൊറൻറ്റോ റീജിയൻ ബസ്സുണ്ട്, യോർക്ക് റീജിയൻ ബ്ലൂ കളറിലെ ബസ്സുണ്ട്, പിന്നെ ദുർഹം റീജിയൻ ഉണ്ട്, മിസിസാഗ, ബ്രാംപ്ടൺ, അങ്ങനെ പല റീജിയനിലും പല ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ആണ്. അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് യോർക്ക് റീജിയനിലേക്കാണ് ഞാൻ പോകേണ്ടത്. അപ്പം അവിടേക്ക് 24 ബസ്സാണ് പോവാറ്. അപ്പോൾ ഞാൻ ആ ബസ്സിന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അതൊരു ബ്ലൂ കളർ ബസ്സാണ്, യോർക്ക് റീജിയൻ ബസ്. അപ്പോൾ ആ ബസ് വന്നിട്ട് വേണം ഇനി ബസ്സിൽ കയറിയിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ, നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ എൻ്റെ ബസ് വരുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് മൈ ബസ്. യാ, ഓക്കെ, ബസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബസ്സിൽ കയറാം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം നമ്മളിവിടെ പ്രസ്റ്റോ കാർഡ് യൂസ് ചെയ്യും കേട്ടോ. ഇവിടെ ഒരു ഇതാണ് പ്രസ്റ്റോ കാർഡ്. ഇത് നമുക്ക് യൂസ് ചെയ്ത് ടാപ്പ് ചെയ്ത് നമുക്ക് പോവാം. പ്രസ്റ്റോ കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 മണിക്കൂറാണ് അതിൻ്റെ വാലിഡിറ്റി. അല്ലെങ്കിൽ ട്രാൻസിറ്റ് പാസ് എടുക്കാം. മന്ത്ലി ട്രാൻസിറ്റ് പാസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ടാപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ 3:30 ആണ് ടൊറൻറ്റോ ട്രാൻസ്പോർട്ടേഷന് വരുന്നത്. അപ്പോൾ അത് 2 hours അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. 2 hours നമുക്ക് ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് പോവാം. അപ്പോൾ ബാക്കി ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഞാനിപ്പോൾ ബസ്സിൽ കയറി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഞാൻ പറയുന്നത് കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. എന്നാൽ പിന്നെ വരാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ടൊറൻറ്റോ റീജിയണും ബാക്കിയുള്ള അടുത്തുള്ള റീജിയൻസിൽ നിന്നൊക്കെ ഉള്ള ഫെയർ 1 ഫെയർ ആക്കി. അപ്പോൾ നമ്മൾ ടൊറൻറ്റോ ട്രാൻസിറ്റ് എടുത്തിട്ട് പിന്നെ ഇപ്പം ഞാൻ കയറിയ പോലെ യോർക്ക് റീജിയൻ ട്രാൻസിറ്റിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാശ് പോവില്ല. 2 hours ഫ്രീ ട്രാൻസ്ഫർ തന്നെയായിരിക്കും. പക്ഷേ ഈ നമ്മൾ ആദ്യം ഇതാണ് എടുക്കണേ. ഇപ്പോൾ യോർക്ക് റീജിയനാണ് എടുക്കണമെങ്കിൽ അതിന് റേറ്റ് കൂടുതലാണ്. $4 സംതിങ് ആണ് യോർക്ക് റീജിയൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ടൊറൻറ്റോ ട്രാൻസിറ്റിനാണ് കേട്ടോ റേറ്റ് കുറവ്, 330 ഉള്ളൂ. അപ്പം ഇപ്പോൾ ഫ്രീ ട്രാൻസ്ഫർ 1 ഫെയർ ആക്കിയോണ്ട് ഇത്തിരി നല്ലതാണ്. നമ്മൾ ട്രാൻസിറ്റ് പാസ്സാണെങ്കിൽ ഈ ഒരു ഓഫറില്ല. നമ്മൾ സാധാരണ പോലെ റീചാർജ് ചെയ്തിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഫ്രീ ട്രാൻസ്ഫർ ഓപ്ഷനുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ട്രാൻസിറ്റ് പാസ് എടുക്കാതെ ടൊറൻറ്റോ ട്രാൻസിറ്റ് മാത്രം യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ട്രാൻസിറ്റ് പാസ്സാണ്. സ്ഥിരം ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രാൻസിറ്റ് പാസ് നല്ലതാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ വേറെ ട്രാൻസിറ്റും ഇപ്പോൾ വേറെ റീജിയനിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ റീചാർജ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോഴും 2 മണിക്കൂറിനുള്ളിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ 1 ഫെയർ. നമുക്ക് ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ട് വരാം 2 മണിക്കൂർ. അതുപോലെ തന്നെ ഗോ ട്രെയിനിനും ഇതുണ്ട്, 1 ഫെയർ ആണ്. അപ്പോൾ ഗോ ട്രെയിനിൽ പോകുമ്പോഴും നമുക്ക് എന്താ പറയുക, അധികം വേറെ എക്സ്ട്രാ പൈസ എടുക്കുന്നില്ല. സെയിം പ്രൈസ് തന്നെയാണ്. അവർ ഫ്രീ ട്രാൻസ്ഫർ ആയിട്ടാണ് അതും കാണുന്നത്. പിന്നെ ഗോ ട്രെയിനിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്താണ് അത് നോട്ടീസ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ ടാപ്പ് ചെയ്തിട്ട് പിന്നെ ഗോ എടുക്കുമ്പോൾ രണ്ടാമത്തെ ഇത് ഗോ എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ 1 മണിക്കൂർ കൂടി കിട്ടും. സാധാരണ 2 മണിക്കൂറാണ് ഫ്രീ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് 3 മണിക്കൂറാവും ഗോ ട്രെയിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ. ഗോ ബസ് അല്ലെങ്കിൽ ട്രെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, അനു എന്ന് പറഞ്ഞിട്ട്. അവൾ ഇപ്പോൾ ഈ ബസ്സിൽ തന്നെ കയറും. ഹലോ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഇപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം 10 മണിയായി. അല്ല
10 മണി കഴിഞ്ഞു, 10:15 ഉണ്ടായി. അപ്പം ഇനി കഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ പോവാണ്. വീട്ടിൽ പോയിട്ടും അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മൾ കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ വൈകുന്നേരം പറഞ്ഞ പോലെ സബ്വേ വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഷട്ടിൽ ബസ്സൊക്കെ കയറേണ്ടി വരും. അങ്ങനെ പോകണമെന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാം. ബസ് വരെ തന്നെ പോവാം, കാരണം അതായിരിക്കും എളുപ്പം, പെട്ടെന്ന് എത്തും. ഇപ്പം തിരക്കില്ലാത്തതുകൊണ്ട് ഒരു ടൈമിൽ വലിയ തിരക്കുണ്ടാവില്ല. ഇത് ഇവിടുത്തെ ഗ്വാക്കമോളിയാണ്. അവക്കാഡോ വെച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണത് ഗ്വാക്കമോളി. ചിക്കൻ റൈസ്, പിന്നെ സാലഡ്, ലെറ്റസ്, അതാണ് എൻ്റെ കഴിച്ചിട്ട് വരാം കേട്ടോ ചേട്ടാ. നല്ല തണുപ്പുണ്ട് ഗൈസ്, ഇന്ന് നല്ല തണുപ്പുണ്ട്. അയ്യോ, തണുപ്പൊക്കെ മാറിയെന്ന് വിചാരിച്ച ഞാനിപ്പോൾ ആരായി. എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. ബസ് ഇപ്പോൾ വരും, വീട്ടിൽ പോവാം. ഞാനിപ്പോൾ ഡോൺ മിൽസ് സബ്വേ സ്റ്റേഷനിലെത്തി. നമ്മൾ നേരത്തെ TTC എന്നാണ് ഇവിടുത്തെ ട്രാൻസിറ്റിൻ്റെ പേര് കേട്ടോ, ടൊറൻറ്റോ ട്രാൻസിറ്റ് കമ്മീഷൻ എന്നാണ്. അനൗൺസ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ TTC അല്ലെങ്കിൽ വേറെ റീജിയൻ, മറ്റേ യോർക്ക് റീജിയനിലെ ആണെങ്കിലും നമുക്ക് എന്താ പറയുക, രാത്രിയൊക്കെ ആണെങ്കിലും എങ്ങനെ പോകാനായിട്ട് പേടിക്കണ്ട. നമ്മൾ നാട്ടിലൊക്കെ നമുക്കൊന്ന് ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ രാത്രിയൊക്കെ ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇവിടെ അങ്ങനെ പേടിയൊന്നുമില്ല, നമുക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം എന്തുണ്ടായാലും ഈ ഡ്രൈവേഴ്സൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ബസ്സിൽ ഉണ്ടായി അല്ലെങ്കിൽ സബ്വേയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ നിർത്തി അത് ബസ് നിർത്തും. എന്നിട്ട് ആരാണ് പ്രശ്നം ഉണ്ടാക്കി അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പോവാതെ പിന്നെ ബസ് എടുക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ് ഇവിടുത്തെ. അത് പറയണം. അതിപ്പോൾ ഞാൻ ഈ ബസ്സിൻ്റെയും ഇവിടുത്തെ കാര്യം പറഞ്ഞപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിനി തിരിച്ച് വീട്ടിൽ പോകാം. ഇവിടെ ബസ് അവിടെ അല്ല, സബ്വേ അവിടെ ഉണ്ട്. ഓടിപ്പോയി കയറും, പോകരുത്. സബ്വേ ഞാൻ ടയേർഡായിട്ടുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ എൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. നല്ല ഉറക്കമൊക്കെ വന്നിട്ട് കണ്ണൊക്കെ ചുമന്നിരിക്കും ഞാൻ ടയേർഡാണെങ്കിൽ. ഇപ്പോൾ ഏകദേശം ആ ഒരു അവസ്ഥയാണല്ലേ. ഇപ്പോൾ വീട്ടിലെത്തി, ഇവിടെ എല്ലാവരും ഉറങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയുന്നത്. ഞാനിപ്പോൾ ബാത്റൂമിലിരിക്കുക. ഇവിടെ ഒത്തിരി സംസാരിച്ച ആൾക്കാർ ചെറിയ